ഉണ്ണിച്ചേട്ടാ ഒരു കവിതയോ കഥയൊക്കെ എഴുതാൻ തോന്നുന്നുണ്ടോ? കവിത മനോഹര അല്ലേ? രാവിലെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടാണ് കൊല്ലം ഉണരുന്നത്. ആ ഒരു വൈബ് മൊത്തത്തിൽ കലോത്സവ കുട്ടികളുടെ പ്രകടനത്തിലും നമുക്ക് കാണാം. അല്ല നമ്മളെ പോയിന്റ് നില പറയണ 4ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ് നിലയിൽ ഉണ്ണിച്ചേട്ടാ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സ്ഥാനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ തന്നെയാണ് 1ാം സ്ഥാനം. 674 പോയിന്റ് ആണ് കണ്ണൂരിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. തൊട്ട് പിന്നില് പാലക്കാട് 663 ആണ്. ഒട്ടും സംശയിക്കേണ്ട. പിന്നില് കോഴിക്കോടിനും പാലക്കാടിനും ഒരേ പോയിന്റ് 663 ആണ്. 4ാം സ്ഥാനം തൃശ്ശൂർ 646. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ ഒരുപാട് വിശദ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ? ഇനിയിപ്പോ അല്ല കണ്ണൻ നായരല്ല. ഇന്നിപ്പോ നമുക്ക് പോണത് മാർഷൽ വി സെബാസ്റ്റ്യൻ. മാർഷൽ ആണെങ്കിൽ ഇന്ന് മാർഷൽ പഴയ മിമിക്രിക്കാരനാണെന്ന് അറിയാലോ. ഇന്നലെ ആ മിമിക്രി വേദിയുടെ അവിടെ പോയിരിക്കായിരുന്നു മൊത്തം. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു പോരാ, കുട്ടികൾ തീരെ പോരാ, അത്രയും പെർഫോമൻസ് വരുന്നില്ല എന്നാണ്. ഇന്നും മിമിക്രി ഉണ്ട്, പോകാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. എന്തായാലും ചോദിച്ചു നോക്കാം. ചോദിക്കാം. ഉണ്ണി സേതു, അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവം 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾ രാവിലെ പങ്കുവെച്ച ആ പോയിന്റ് നില അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 674, 633 എന്നൊക്കെ പറയുന്നത് ചെറിയ വ്യത്യാസം മാത്രമേ ഈ 2 ജില്ലകൾ തമ്മിലുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ കഥാപ്രസംഗം, മിമിക്രി, വട്ടപ്പാട്ട്, സംഘഗാനം തുടങ്ങിയിട്ടുള്ള മത്സരങ്ങൾ വരാറുണ്ട്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു കോഴിക്കോട് അവരുടെ ആധിപത്യം ഇന്ന് തിരിച്ചു പിടിക്കാനാണ് സാധ്യത കാണുന്നത്. കണ്ണൂർ തൊട്ട് പിന്നിലുണ്ടാകാം. പാലക്കാടും തൃശ്ശൂരും അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തും. ഒപ്പം തന്നെ ആതിഥേയ ജില്ലയായ കൊല്ലത്തിനും ഇന്നത്തെ മത്സരങ്ങൾ കൂടുതൽ ഇതാകും. ആ പോയിന്റുകൾ കൂടി അവർക്ക് ലഭിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പോയിന്റ് നിലയിലുണ്ടാകും. രണ്ടാമത് ഇന്ന് പ്രധാനമായും നടക്കുന്ന കഥാപ്രസംഗം, നാടകം തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളായിരിക്കും ഇന്നത്തെ കൊല്ലത്തെ ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുക. സാധാരണഗതിയിൽ മഴയൊക്കെ പെയ്തപ്പോൾ നമ്മൾ കരുതിയിരുന്നത് ജനങ്ങൾ കുറവായിരിക്കുമെന്ന്. ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള മുകേഷ് ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു ജനം എത്തുമോ എന്ന്. എന്നാൽ ഇന്നലെ രാത്രിയിലൊക്കെ നമുക്ക് കാണാം, രാത്രി വളരെ വൈകിയും കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ കലാസ്വാദകർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു വിജയമായി തന്നെ കാണാം. അതിൻ്റെ ഏറ്റവും പാരമ്യതയിൽ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഞായറാഴ്ച ദിവസമാണ്, അവധിയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നാടിൻ്റെ എല്ലാ ആൾക്കാരും ഈ ദേശത്തേക്ക് തന്നെ വരുന്ന ഒരു കാഴ്ച കാണുവാൻ വേണ്ടി സാധിക്കും. ഇത്തരം ഒരു ആവേശം ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ തിരശ്ശീല വീഴാനായിട്ട്. അപ്പോൾ ഈ കലോത്സവം ഇവിടെ ഇങ്ങനെ കൊട്ടിക്കയറുമ്പോൾ മാർഷൽ ഈ പറഞ്ഞതുപോലെ ഉണ്ണിച്ചേട്ടൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു പണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാകേഷ് ശർമ്മ ഇവിടെ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു നാടക കൂട്ടായ്മ. അതെ, വലിയ കലാകാരൻ. പുള്ളിക്ക് പറഞ്ഞിട്ടും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പറ്റുമെങ്കിൽ മൂപ്പറൊന്ന് കാണിച്ചു തരട്ടെ ഇപ്പോൾ. അതെ, നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് കാണാൻ പറ്റുമോ? അപ്പം ആ കലോത്സവ ഓർമ്മകൾ കൂടി. സ്വാഭാവികമായിട്ടും അത് എനിക്കിട്ടുള്ളൊരു പണിയാണ് ഉണ്ണി അവിടെ നിന്ന് തന്നെന്ന് മനസ്സിലായി. കലോത്സവം എല്ലാ വർഷവും നമ്മൾ കാണുമ്പോൾ മിമിക്രി ആയിരുന്നു ഏറ്റവും ജനപ്രിയ ഇനമായി വരുന്നത്. എന്നാൽ മിമിക്രിയുടെ നിലവാരത്തിൽ ഒരു വളരെയധികം കുറവ് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാണുന്നുണ്ട് കലോത്സവത്തിലെത്തുന്ന മിമിക്രിയുടെ നിലവാരം വളരെ കുറഞ്ഞിരിക്കുന്നു. മോണാക്ട് പോലും പറഞ്ഞ് പഠിപ്പിച്ചത് അതേപടി കുട്ടികൾ പറയുകയാണ്. മുൻപൊക്കെ സ്വാഭാവികമായ മോണാക്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് പകരമായി പറഞ്ഞു പഠിപ്പിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. മിമിക്രി, മോണാക്ട് എന്നിവ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ശേഷിയില്ല. അതിനേക്കാളും വലിയ മോണാക്റ്റാണ് ഈ ആങ്കറിങ്ങിലൂടെയും അതോടൊപ്പം തന്നെ പ്രോഗ്രാം അവതരണത്തിലൂടെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. സംസ്ഥാന സ്കൂൾ കലോത്സവം കൗമാര പ്രതിഭകളുടേതാണ്. ആ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നിടത്ത് പഴയ പ്രതിഭകൾക്ക് ഒരു പങ്കുമുണ്ടെന്ന് കരുതുന്നില്ല. നേരത്തെ മൂർത്തി പറഞ്ഞ പോലെ ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്ന പോലെയുള്ള സന്ദേശകാവ്യങ്ങൾ കൊല്ലത്തുണ്ട്. അതുകൊണ്ട് ആ കൊല്ലവും ഇല്ലവും എല്ലാം കണ്ട് മടങ്ങുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവസാന ദിവസവും നാളെയാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഉള്ളതുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ ഒരു ആവേശം ഇന്ന് കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്.